ആരാ പറഞ്ഞത് ഞങ്ങൾക്ക് ഷൂ എറിയാൻ അറിയത്തില്ലെന്ന്? ഞങ്ങൾ ഷൂ എറിയും, ഓട്ടും മാറ്റി കുത്തും. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്നെ പൊങ്കാലയിടരുത്, നടന്ന സംഭവമാണ്. കഴിഞ്ഞ ഒരു മാസമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് കാസർഗോഡ് നിന്നും ആരംഭിച്ച് തിരുവനന്തപുരത്തേക്ക് വരുവാണെന്ന് നമ്മൾക്കെല്ലാം അറിയാം. ഈ നവകേരള സദസ്സിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നേരെ ഷൂ എറിഞ്ഞത്. ആ ഷൂ എറിഞ്ഞത് ആരാണെന്നറിയാമോ? പിണ്ടിമന സ്വദേശിയായ സ്കൂൾ മാനേജർ ഉൾപ്പെടെ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അറിയുന്നത്. അറസ്റ്റ് ചെയ്തത് ആരൊക്കെയാണ്? ജിബിൻ, ദേവകുമാർ, ജെയ്സൺ, ബേസിൽ വർഗീസ് എന്നിവരാണ്. അവരാണ് അറസ്റ്റിലായത്, പോലീസ് കസ്റ്റഡിയിലുള്ളത്. KSU സംസ്ഥാന സെക്രട്ടറിയായ ബേസിൽ വർഗീസ് മുത്തക്കുഴി സ്വദേശിയാണ്. പിണ്ടിമന TVJ സ്കൂളിൻ്റെ മാനേജർ കൂടിയാണ് ബേസിൽ. എയ്ഡഡ് സ്കൂൾ കൂടിയായ TV സ്കൂളിലെ മാനേജർ സർക്കാർ പരിപാടിയായ നവകേരളത്തിന് എത്തിയ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞത് വിവാദമായി. വികട യാക്കോബായ സഭയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഈ TVJ സ്കൂൾ. കോതമംഗലം പള്ളി പ്രശ്നത്തിൽ ഉൾപ്പെടെ യാക്കോബായ സഭയ്ക്ക് അനുകൂലമായ തീരുമാനമെടുക്കുന്ന സർക്കാരിന് നന്ദി പറയാൻ പുരോഹിതർ ഉൾപ്പെടെയുള്ളവർ നവകേരള സദസ്സിലെത്തിയപ്പോഴായിരുന്നു സഭയുടെ കീഴിലുള്ള സ്കൂളിൻ്റെ മാനേജർ ഷൂ എറിഞ്ഞ് അറസ്റ്റിലായത്. പെരുമ്പാവൂരിൽ നിന്നും കോതമംഗലത്തേക്ക് പോയ നവകേരള സദസ്സ് ഓടക്കാലിയിലെത്തിയപ്പോഴാണ് ഷൂവിൻ്റെ ഏറുണ്ടായത്. സംഭവത്തിൽ 2 KSU പ്രവർത്തകരെ കുറുപ്പുംപടി പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഷൂ ഏറിനോട് കോതമംഗലത്തും മൂവാറ്റുപുഴയിലും നടന്ന നവകേരള സദസ്സുകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിരൂക്ഷമായാണ് പ്രതികരിച്ചത്. ഏറിനൊക്കെ പോയാൽ പിന്നെ അതിൻ്റേതായ നടപടികൾ പിന്നാലെ വരും. നാട്ടുകാർ ഏറ്റെടുക്കണമെന്നല്ല പറഞ്ഞത്, അവർ സംയമനം പാലിക്കുകയാണ്. അതുതന്നെയാണ് വേണ്ടത്. പക്ഷേ ഏറുകാർക്കെതിരെ സ്വാഭാവിക നടപടികൾ വരുമ്പോൾ പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. നാടിനോടുള്ള വെല്ലുവിളിയാണെന്നതും ഇത്തരക്കാർ മനസ്സിലാക്കണമെന്ന് മുഖ്യമന്ത്രി വളരെ വ്യക്തമാക്കി പറഞ്ഞിരുന്നു. മലങ്കര സഭയ്ക്ക് അനുകൂലമായി ഉണ്ടായ 2017 സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ യാക്കോബായ വിഭാഗത്തിന് വഴിവിട്ട് സഹായിക്കുന്ന സർക്കാർ സംവിധാനത്തിന് നേരെ ഷൂ എയറിലൂടെ വേണ്ടേ നന്ദി പ്രകടിപ്പിക്കാൻ? വോട്ട് ബാങ്ക് പറഞ്ഞ് സഖാക്കളെ കളിപ്പിച്ച് പിൻവാതിലിലൂടെ നിയമവിരുദ്ധമായി കാര്യങ്ങൾ നേടിയെടുത്ത ശേഷം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാറിക്കുത്തി എതിർ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്ന ആ തന്ത്രമുണ്ടല്ലോ, അതൊരു പരമ്പര തന്നെയുണ്ട്. ഇപ്പോൾ ചെരുപ്പേറിലൂടെ നന്ദി പ്രകടനവും. എന്തു വന്നാലും ചെരുപ്പെറിയാൻ സഭാമക്കളെ മലങ്കര ഓർത്തഡോക്സ് സഭ പ്രോത്സാഹിപ്പിക്കില്ല, അത് അനുവദിക്കത്തുമില്ല. സത്യം സഖാക്കൾ മനസ്സിലാക്കണം. അതുപോലെ വോട്ട് നാടകവും. പുതുപ്പള്ളിയിൽ പാലം വലിച്ചതുപോലെ പുത്തൻകുരിശിലും പാലം വലിച്ചു. പുതുപ്പള്ളിയിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിൽ പുത്തൻകുരിശിൽ പഞ്ചായത്ത് വാർഡിലാണ് ഇടതുമുന്നണിയെ പറഞ്ഞു പറ്റിച്ചത്. വസ്തുതകൾ മനസ്സിലാക്കി സുപ്രീം കോടതി വിധി എത്രയും വേഗത്തിൽ നടപ്പാക്കാൻ സർക്കാർ ഇനിയും തടസ്സം നിൽക്കരുത്. നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ സഭാ തർക്കത്തിലെ സുപ്രീം കോടതി വിധിയും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടും സമയബന്ധിതമായി നടപ്പാക്കണം. യാക്കോ കുഞ്ഞുങ്ങളെ പോലെയല്ല, മലങ്കര നസ്രാണികൾ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞാൽ നിൽക്കുക തന്നെ ചെയ്യും. പാലം വലിക്കില്ല.